ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ടെക്നോളജിയുടെ പുറകെ ഞാൻ വിഷമിക്കേണ്ട. കാര്യം ടെക്നോളജി ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും, നമ്മളതനുസരിച്ച് പഠിച്ചാൽ മതി. പക്ഷേ പ്രേക്ഷകരിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ടത്, അതായത് എൻ്റെ സമകാലീനരായ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അറിയേണ്ട ഒരു കാര്യം, പഴയ പ്രേക്ഷകനല്ല ഇപ്പോഴത്തെ പ്രേക്ഷകൻ. പഴയ പ്രേക്ഷകന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോഴത്തെ പ്രേക്ഷകന് അവൻ്റെ ബുദ്ധിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതിനെ സ്വീകരിക്കും. അവൻ്റെ ബുദ്ധി വെച്ച് വർക്ക് ചെയ്ത് മനസ്സിലാക്കണം. കാര്യം അവനൊരു ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധി അവൻ ഉപയോഗിക്കാനുള്ളൊരവസരം സിനിമയിൽ കിട്ടണം. അതാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. പിന്നെ വന്നിരിക്കുന്നൊരു മാറ്റം ഒരു ലാംഗ്വേജിൽ മാത്രമായിട്ട്, അതായത് യൂണിവേഴ്സൽ സിനിമ. ഈ സിനിമ ഏത് ലാംഗ്വേജിലെടുത്താലും ഓക്കെയാണ്. അത്തരം പടങ്ങൾക്കാണ് പ്രേക്ഷകരുള്ളത്. അതുകൊണ്ട് ആക്ഷൻ പടങ്ങൾ തന്നെ എടുക്കണമെന്നില്ല. വളരെ നല്ലൊരു ഫാമിലി ഫിലിം എടുത്തപ്പം അനിയത്തി പ്രാവ് ഈസ് നോട്ട് ആൻ ആക്ഷൻ പിക്ചർ. അത് എല്ലാ ലാംഗ്വേജിലും എടുക്കാവുന്ന ഒരു പടമാണ്. അപ്പോൾ ഈ പ്രേക്ഷകരിൽ വന്നിരിക്കുന്ന മാറ്റമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്ന്, അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരെ ചിന്തിക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് വേണ്ടത്, പ്രധാന മാറ്റം. ഞാൻ ചോദിച്ച പോലെ സാറിൻ്റെ ഇനി സാർ ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കുമോ, എങ്ങനത്തെ ഒരു സ്പേസിലേക്ക് പോകണം എന്നാണ് സാറിന് ആഗ്രഹം? അത് എനിക്കതായത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഈ അടുത്ത കാലത്ത്, ഈ കോവിഡ് കാലത്ത് പല സബ്ജക്റ്റിലോട്ട് ലാൻഡ് ചെയ്തു. ആ ലാൻഡ് ചെയ്ത് അതിൻ്റെ ത്രെഡ് ആരെങ്കിലും ചെറുപ്പക്കാരായ പിള്ളേർ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി വരുന്ന ഒരുപാട് പിള്ളേർ എൻ്റെ സറൗണ്ടിങ്സിലുണ്ട്. ഞാൻ ഒരുപാട് പേര് കഥകളുമായിട്ട് വരുന്നവരുമായിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിലൊരു സിനിമ ഉണ്ട് എന്നെനിക്ക് ബോധ്യം വരുമ്പോൾ അവരുമായിട്ട് ചർച്ചകൾ വെക്കാറുണ്ട്. അപ്പം ഞാൻ അവരുടെ സബ്ജക്റ്റുകൾ കേൾക്കുമ്പം എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറയേണ്ടതാണെങ്കിൽ ഡെവലപ്പ് ചെയ്യും, ചിലപ്പം ശരിയായി വരില്ല. അപ്പം ഞാൻ ചിലതൊക്കെ കണ്ടെത്തി ഈ ഐഡിയ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് പറയും, അതൊരു കൊറിയൻ പടത്തിൽ ഈ സംഭവമുണ്ട്, മറ്റേ പടത്തിലുണ്ട്, മറിച്ച് പടത്തിൽ. അപ്പോൾ ഒരു ആളും കൈവച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടുമ്പോഴേ ഞാൻ സംവിധാനം ചെയ്യുള്ളൂ. ആ സബ്ജക്റ്റ് കിട്ടാൻ വലിയ വിഷമമൊന്നുമില്ല, ഏത് നിമിഷവും കിട്ടാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സാറ് കണ്ട് ഈ അടുത്ത് സാർ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവല്ലോ ഇപ്പോഴത്തെ മലയാളം ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും എല്ലാവരും. ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സാർ കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഫിലിംസ് അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധിച്ച വളരെ പ്രോമിസിങ് ആണെന്ന് തോന്നിയ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഇപ്പം മറ്റുള്ളവർക്ക് ഇൻഫീലിംഗ് ഉണ്ടാകില്ലെങ്കിൽ ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ ടീം അവർ മാക്സിമം നല്ല സിനിമകൾ എടുക്കാൻ വേണ്ടി